9 മണി വാർത്ത ആരംഭിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി തുടരുകയാണ്. 2003 ഇറാൻ യുദ്ധത്തിന് ശേഷം അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ സൈനിക വിന്യാസമായി ഇത് മാറുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിനിടെ പാകിസ്ഥാനെ വിറപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ വീടിന് 5 കിലോമീറ്റർ അകലെ ഡ്രോണുകൾ പതിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകളിലേക്ക്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി തുടരുന്നു. ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിച്ച ബ്രിട്ടൻ പൗരന്മാരോട് ഇറാൻ വിടാൻ നിർദ്ദേശിച്ച് ഇന്ത്യയും ചൈനയും കാനഡയും. US എംബസിയിലെ ജീവനക്കാരോട് മടങ്ങാൻ അമേരിക്ക. പശ്ചിമേഷ്യയിൽ 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസവുമായി അമേരിക്ക. ഇസ്ലാമാബാദിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തൊട്ടടുത്ത് അഫ്ഗാന്റെ ഡ്രോൺ ആക്രമണം. പാകിസ്ഥാന്റെ വൈദ്യുതി ഇടനാഴിയെ ബാധിച്ചുവെന്ന വിവരം. കാബൂളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയെന്ന് അഫ്ഗാൻ. പാകിസ്ഥാനെ പിന്തുണച്ച് ട്രംപ്. ചർച്ചയ്ക്ക് തയ്യാറെന്നും അഫ്ഗാൻ. സഭാ തർക്കത്തിൽ ഇടപെടാൻ പ്രധാനമന്ത്രി. ഇരുകൂട്ടരും സമ്മതിച്ചാൽ യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം പരിഹരിക്കുന്നതിന് മധ്യസ്ഥ ശ്രമം നടത്താമെന്ന് നരേന്ദ്രമോദി. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ മാർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയുമായി കൂടിക്കാഴ്ച. പ്രധാനമന്ത്രിയുടെ ഇടപെടൽ സ്വാഗതാർഹമെന്ന് ബാവ. എക്സ് മുസ്ലിം യൂട്യൂബർ സലിം വസ്തിക്ക് നേരെ ക്രൂരമായ വധശ്രമം. ഗാസിയാബാദിലെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം വസ്തിക്കിനെ കുത്തി. നില അതീവ ഗുരുതരം. മുസ്ലിം ആർമി എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് അന്വേഷണം. സംസ്ഥാനത്തെ വാഹനാപകടങ്ങളിൽ 7 മരണം. കോഴിക്കോട് കാറുകൾ കൂട്ടിയിടിച്ചു മരിച്ചത് 4 പേർ. തിരുവനന്തപുരം കരമനയിലും വാഹനാപകടം. ബൈക്ക് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി മരിച്ചത് 3 പേർ. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള ചർച്ചകൾക്കായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. ജില്ലാ നേതൃത്വങ്ങൾ സമർപ്പിച്ച പ്രാഥമിക പട്ടിക വിശദമായി പരിശോധിക്കും. KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സെക്രട്ടേറിയറ്റ് നിലപാട് നിർണായകം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലേക്ക്. ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നാളെ. വയനാട്ടിലെ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ച വീടുകൾ നാളെ കൈമാറും. ആദ്യഘട്ടത്തിൽ നൽകുന്നത് 178 വീടുകൾ. തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ച 51 വീടുകളുടെ കൈമാറ്റം ഇന്ന്. മന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിൽ റിമാൻഡിലായവരുടെ ജാമ്യാപേക്ഷ കോടതിയിൽ. ചുമത്തിയിരിക്കുന്നത് വധശ്രമമടക്കം ഗുരുതര വകുപ്പുകൾ. മന്ത്രിയുടെ മൊഴിയെടുക്കാൻ RPF ശ്രമം. വീണ ജോർജ് പത്തനംതിട്ടയിലെ വീട്ടിൽ വിശ്രമത്തിൽ. നഗരൂരിൽ പോലീസ് ജീപ്പ് തടഞ്ഞ ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞ 3 DYFI പ്രവർത്തകർ കസ്റ്റഡിയിൽ. 9 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ്. പ്രകോപിപ്പിച്ചത് കോൺഗ്രസ് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിന് കേസെടുത്തത്. നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് തന്നെ ആദ്യം പോകണം. അവിടെ ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ താൽക്കാലികമായി ബ്രിട്ടൻ പിൻവലിക്കുന്ന പശ്ചാത്തലമാണ്. US ആക്രമണ ഭീഷണി ശക്തമായി തുടരവെയാണ് നടപടി. ആക്രമണമുണ്ടാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് US കോൺഗ്രസിലെ വാർഷിക പ്രസംഗത്തിൽ ആവർത്തിച്ചതിന് പിന്നാലെയാണ് നടപടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടാൻ നിർദ്ദേശിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് മാത്രമല്ല, ഏറ്റവും വലിയ തോതിലുള്ള ആയുധ അല്ലെങ്കിൽ സൈനിക വിക്ഷേപണം അവിടെ നടത്തിയിരിക്കുന്നു US എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആണവായുധ പദ്ധതി ഉപേക്ഷിക്കാനുള്ള കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലും ജനീവ ചർച്ചയിലും ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരെ പിൻവലിക്കുന്നത്. ഒപ്പം ഇസ്രായേലിലെ എംബസിയിൽ നിന്നും ഉദ്യോഗസ്ഥർ മടങ്ങാനും US നിർദ്ദേശിച്ച പശ്ചാത്തലമുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള സൈനിക വിന്യാസം,
യുദ്ധഭീഷണിക്ക് നടുവിലാണ് പശ്ചിമേഷ്യ എന്ന് മനസ്സിലാക്കണം. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ട്രംപിന്റെ ഭീഷണിയുണ്ട്. പക്ഷേ ജനീവ ചർച്ചയിലൊക്കെ ആയിരുന്നു ഒരു പ്രതീക്ഷ. ആ ചർച്ചയിൽ ഒരു തരത്തിലുമുള്ള പുരോഗതിയില്ല എന്ന് മാത്രമല്ല, അമേരിക്ക തങ്ങളുടെ നിലപാടിൽ നിന്ന് കുറച്ച് താഴേക്ക് വരണം എന്ന് ഇറാൻ അത്തരത്തിൽ പറഞ്ഞ പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള സമാധാനം ഉണ്ടാവില്ല, യുദ്ധമാസന്നമെന്ന് മനസ്സിലാക്കണ്ടേ? രഞ്ജിത്ത്, ജനീവ ചർച്ചയ്ക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ ആണ് ആ ചർച്ചയിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്നും അതോടൊപ്പം തന്നെ യുദ്ധഭീതി വർദ്ധിക്കുന്നു എന്ന സന്ദേശവും നൽകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ആയിരുന്നു ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ജനീവയിൽ ചർച്ചകൾ നടത്തിയത്. ഈ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് തനിക്ക് ഒട്ടും സംതൃപ്തിയില്ല, താൻ ഒട്ടും സന്തോഷവാനല്ല എന്നാണ്. അതുമാത്രവുമല്ല, ഇറാന് നേരെ ഒരു ആക്രമണം നടത്തുക, ഒരു യുദ്ധം നടത്തുക എന്നത് താൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല, പക്ഷേ അതിലേക്ക് എത്തുന്ന സാഹചര്യം ആണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ജനീവ ചർച്ച പരാജയമായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഒമാൻ വിദേശകാര്യമന്ത്രി ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളോടൊപ്പം ചേർത്ത് വെക്കേണ്ടതായി വരുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രതികരണം കൂടിയാണ്. അദ്ദേഹം ഇസ്രായേലിൽ സന്ദർശനം നടത്താൻ തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള സമാധാനം തകർക്കുക എന്നത് അമേരിക്കയുടെ ഉദ്ദേശമല്ല. ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്തെ എത്തിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സാഹചര്യം മറ്റൊന്നാണ്, അതിന് അമേരിക്ക നിർബന്ധിതമാകുന്നു. ഇതാണ് JD വാൻസിന്റെ പ്രതികരണം ആയിട്ടുള്ളത്. ഒപ്പം ഇറാനെ ആക്രമിക്കുമോ എന്ന ചോദ്യത്തിന് അത് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്നും ആ തീരുമാനം അദ്ദേഹമാണ് കൈക്കൊള്ളുക. അതിലെന്ത് തീരുമാനമായിരിക്കും ട്രംപ് സ്വീകരിക്കുക എന്നത് അറിയില്ല എന്നുമാണ്. അതായത് യുദ്ധ സാധ്യത മാറി നിൽക്കുന്ന ഒരു പശ്ചാത്തലവും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നോ അതോടൊപ്പം തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്നോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ അടക്കം സന്ദർശനം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ, ഇസ്രായേൽ സന്ദർശനം നടത്തുന്ന സാഹചര്യത്തിൽ എന്താണ് ഇസ്രായേലിലുമായുള്ള ആശയവിനിമയത്തിൻ്റെ ഇപ്പോഴത്തെ പ്രാധാന്യം എന്നതുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ജൂണിൽ ആയിരുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തുകയും യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ അടക്കം തകർക്കുകയും ചെയ്തത്. അത് ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിയിൽ ഇറാൻ അത് അമേരിക്കയോട് മാത്രമായിരിക്കില്ല, അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾക്ക് കൂടി വലിയ വില നൽകേണ്ടി വരും എന്ന് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയതുല്ല ഖമനേയി വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇസ്രായേലിനെയും ആക്രമിക്കാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നു ഇറാൻ. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൽ നിന്ന് അമേരിക്കൻ പൗരന്മാരെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. അതുമാത്രവുമല്ല, അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള വിമാന സർവീസുകൾ അടക്കം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഏതൊരു സമയത്തും ആക്രമണം ഉണ്ടാകാം. ആ ആക്രമണത്തിൻ്റെ സ്വാഭാവികമായും അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അതിൽ പെട്ടെന്ന് തന്നെ പ്രത്യാക്രമണവും അമേരിക്ക പ്രതീക്ഷിക്കുക തന്നെയാണ്. അതിൽ ഇസ്രായേലിലേക്കാണ് ആക്രമണം ആദ്യം എത്തുവാനുള്ള സാധ്യത എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ യുദ്ധനീക്കങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ സഹായത്തോടെ നടക്കുന്ന, ഇസ്രായേൽ തീരത്ത് ആണ് ഈ അമേരിക്കയുടെ വലിയ യുദ്ധവാഹിനി കപ്പലുകൾ അടക്കം ഇപ്പോൾ നങ്കൂരമിട്ടിട്ടുള്ളത്. ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ സന്നദ്ധമായി തന്നെയാണ്, സജ്ജമായി തന്നെയാണ് അമേരിക്കൻ സേന നിലയുറപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇസ്രായേലിൽ നിന്ന് പൗരന്മാരോട് ഒഴിവാകാൻ നേരത്തെ തന്നെ ഇന്ത്യ, ചൈന, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോഴിതാ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിൽ നിന്ന് പൗരന്മാർ പിന്മാറണം അല്ലെങ്കിൽ തിരികെ വരണം എന്ന് നിർദ്ദേശം നൽകുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ അടക്കം പിൻവലിക്കുന്ന സാഹചര്യം കൂടി ആണ് ഉള്ളത്. ഇതിൽ നിന്ന് എല്ലാം വായിച്ചെടുക്കാൻ സാധിക്കുന്നത് യുദ്ധത്തിന്റെ സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്നത് തന്നെയാണ്. തീർച്ചയായും US എംബസി, ശരി അഭിലാഷ്, ഒരു കരാറിലെത്തണമെങ്കിൽ അമേരിക്ക തങ്ങളുടെ അമിതമായ ആവശ്യങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം യുദ്ധം ഒഴിവാക്കി ശ്രമമെന്ന നിലയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്നുവരുന്ന ചർച്ചകൾ നൽകിയ ശുഭപ്രതീക്ഷയെ ഈ പ്രസ്താവന മങ്ങലേൽപ്പിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരത്തിൽ ഈ തർക്കങ്ങൾ അത് തുടരുകയാണ്. അമേരിക്ക ഇറാൻ ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം കൂടി പുറത്തു വരുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യം കൂടി മുന്നോട്ട് വരുന്നുണ്ട്. വീണ്ടും ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമാകുമോ എന്ന കാര്യം കൂടി ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ഇതിനിടെ പശ്ചിമേഷ്യയിലെ
ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് ഇറാനിൽ നടക്കുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ടാസ്ക് ഫോഴ്സ് സ്കോർപിയോൺ എന്ന പരീക്ഷണാടിസ്ഥാനത്തിലുള്ള US സൈനിക ഡ്രോൺ യൂണിറ്റിനെ വിന്യസിക്കാൻ US അനുമതി നൽകിയിരിക്കുന്നു. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷമുള്ള മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക വിന്യാസമായി ഇത് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. മാരകമായ ഈ ഡ്രോൺ യൂണിറ്റ് ആകട്ടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ കാര്യശേഷിയുള്ള ഒന്നാണ്. ഏകദേശം $30,000 ചെലവ് വരുന്ന ഒന്നാണിത്. ഇറാന്റെ ആണവ നിലയങ്ങൾ, റോഡ് ശൃംഖലകൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ ഡ്രോണുകൾ പ്രധാനമായും ഉപയോഗിക്കുക എന്നാണ് വിവരം. അരിസോണയിൽ നിർമ്മിക്കുന്ന ഈ ഡ്രോണുകൾ ആക്രമണങ്ങൾക്കും നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കും കടൽ മാർഗമുള്ള ആക്രമണങ്ങൾക്കും മറ്റും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കേണ്ട അവസ്ഥ വന്നാൽ അതിലേക്ക് ഇത് ഉപയോഗിക്കും എന്നാണ് ഈ അത്യാധുനിക ഡ്രോണുകൾ സജ്ജമാക്കിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. അത്യാധുനിക F-22 റാപ്റ്റർ യുദ്ധവിമാനങ്ങളെയും അമേരിക്ക ഇസ്രായേൽ സജ്ജമാക്കിയിട്ടുണ്ട്. നിലവിൽ 2ഓളം യുദ്ധക്കപ്പലുകൾ അവിടെയുണ്ട്. വലിയ തോതിലുള്ള സൈനിക വിന്യാസം അമേരിക്ക നടത്തുന്നത് ആക്രമണത്തിന്റെ മുന്നോടിയായാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അത് അഫ്ഗാനിസ്ഥാൻ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ അതായത് ഇസ്ലാമാബാദിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് വെറും 5 കിലോമീറ്റർ അകലെ അഫ്ഗാനിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം നടന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. കാബൂൾ, കാണ്ഡഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ രാത്രിയിൽ നടത്തിയ വ്യോമാക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഇതെന്ന് അഫ്ഗാൻ വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ആക്രമണം പാകിസ്ഥാന്റെ വൈദ്യുതി ഇടനാഴിയെ ബാധിച്ചു എന്ന വിവരം പുറത്തു വരുന്നു. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ 5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ആക്രമണം നടത്താൻ കഴിഞ്ഞതെന്ന് അഫ്ഗാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അതിർത്തി പോലീസിന്റെ വക്താവ് അബ്ദുള്ള ഫാറൂഖി വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അവകാശവാദങ്ങൾ അഫ്ഗാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും ഇത് സ്ഥിരീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. തങ്ങൾ വലിയ ആക്രമണം അഫ്ഗാനിൽ നടത്താൻ പോവുകയാണ്, തുറന്ന യുദ്ധമാണ് എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഏതാണ്ട് 200-ന് മുകളിൽ ഭീകരവാദികളെ കൊല്ലപ്പെടുത്തി, താലിബാൻ ഭീകരരെ കൊല്ലപ്പെടുത്തിയെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത്. പക്ഷേ 55ഓളം പാക് സൈനികരെ കൊലപ്പെടുത്തിയെന്നും കൂടുതൽ ആക്രമണം നടത്തുമെന്നും നേരത്തെ പറഞ്ഞതുപോലെ അഫ്ഗാൻ അവകാശവാദം ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടെ പാകിസ്ഥാന് പിന്തുണയുമായി അമേരിക്ക രംഗത്ത് വന്ന പശ്ചാത്തലം കൂടി പ്രധാനപ്പെട്ട ഒന്നാണ്. ER രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, പാകിസ്ഥാൻ പറയുന്നത് തങ്ങളുടെ ക്ഷമ നശിച്ചു എന്ന് പറയുന്നുണ്ട്. തങ്ങൾ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തും, ഒരു തരത്തിലും അഫ്ഗാനെ വിടില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൗദി അറേബ്യ ഇടപെടുന്നുണ്ട്, അമേരിക്ക ഇടപെടുന്നുണ്ട്, മറ്റ് പല രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. എന്നിട്ടും യുദ്ധം അവസാനിക്കുന്നില്ല എന്നാണോ? രഞ്ജിത്ത്, സൗഹൃദത്തിലായിരുന്നു ഇരു രാജ്യങ്ങളും, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. പക്ഷേ ആ ബന്ധത്തിന് വിള്ളൽ വീഴുന്നത് കഴിഞ്ഞ നവംബർ മുതൽ. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്കൊക്കെ തന്നെ പോയിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ തുറന്ന യുദ്ധം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് 22-ാം തീയതിയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തുന്ന അന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം 18 പേർ കൊല്ലപ്പെട്ടു. അതിന് തിരിച്ചടി എന്നോണം പാകിസ്ഥാനിലെ സൈനിക പോസ്റ്റുകൾ അഫ്ഗാനിസ്ഥാൻ ലക്ഷ്യം വെച്ചു. അതിന് പിന്നാലെയാണ് 27-ാം തീയതി, അതായത് ഇന്നലെയാണ് തുറന്ന യുദ്ധം എന്ന പ്രഖ്യാപനത്തിലേക്ക് ഖ്വാജ ആസിഫ് കടന്നത്, പാകിസ്ഥാൻ കടന്നത്. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ലക്ഷ്യം വെച്ചു, കാബൂൾ അടക്കമുള്ള നഗരങ്ങൾ ലക്ഷ്യം വെച്ചു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് 297 പേരെ കൊല്ലപ്പെടുത്തി, അഫ്ഗാൻ പോരാളികളെ കൊല്ലപ്പെടുത്തി, 450-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളൊക്കെ തന്നെ ലക്ഷ്യം കണ്ടു എന്ന അവകാശവാദം കൂടി ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്നും സമാനമായ പ്രതികരണമാണ് വന്നിട്ടുള്ളത്. 55 പാക് സൈനികരെ ഇതിനോടകം തന്നെ കൊലപ്പെടുത്തി, 19 പാക് പോസ്റ്റുകൾ പിടിച്ചെടുത്തു എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട് അതിർത്തിയിൽ അതുകൊണ്ട് തന്നെ വലിയ സംഘർഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോഴും പ്രധാന അവകാശവാദമായി ഉന്നയിക്കുന്നത് അവരുടെ വ്യോമ താവളങ്ങളൊക്കെ തന്നെ, സൈനിക താവളങ്ങളൊക്കെ തന്നെ ലക്ഷ്യം കണ്ടു എന്നൊരു അവകാശവാദം കൂടി ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് പാകിസ്ഥാൻ വാർത്താ വിതരണ മന്ത്രി അത്തൗള തരാർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും സംഘർഷത്തിന് ഒട്ടും കുറവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കാബൂൾ അടക്കമുള്ള നഗരങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ഈ സംഘർഷം പരിഹരിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്, പാകിസ്ഥാനുമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഈ വിഷയത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ കൂടി വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക പാകിസ്ഥാന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ അവരുടെ ഭൂമി സംരക്ഷിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട് എന്ന പ്രതികരണമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. മാത്രവുമല്ല പാക് ഭരണകൂടത്തെയും ഒപ്പം തന്നെ
പാക് സൈനിക മേധാവിയും ഒക്കെ തന്നെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലായിരിക്കണം ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ ഇത്തരമൊരു നിലപാടിലേക്ക് കടന്നിട്ടുള്ളത്. ഏതായാലും ഐക്യരാഷ്ട്രസഭയൊക്കെ തന്നെ ഈ വിഷയത്തിൽ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. സംഘർഷം എത്രയും വേഗം ലഘൂകരിക്കണം എന്നൊരു നിലപാടാണ് ഐക്യരാഷ്ട്രസഭ ഇതിനോടകം തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ഈ പ്രതികരണത്തിന് വന്നിട്ടുണ്ട്. ഇന്ത്യ നേരത്തെ ഇത്തരത്തിൽ ഈ ആക്രമണങ്ങളൊക്കെ തന്നെ അപലപിക്കുന്ന നിലപാട് ഇന്ത്യയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളും ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം ഉണ്ടാകണം എന്നൊരാവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നേരത്തെ രാഗേഷ് പറഞ്ഞതുപോലെ ട്രംപ് അഫ്ഗാൻ പാകിസ്ഥാൻ വിഷയത്തിൽ ഏത് വിഷയത്തിലും ഇടപെടുന്ന ഒരു നേതാവാണ്. ഇതിലും വേണമെങ്കിൽ ഇടപെടാമെന്ന് ട്രംപ് പറയുന്നുണ്ട്. കാരണം പാകിസ്ഥാനുമായി തനിക്ക് മികച്ച ബന്ധമുണ്ട്. അവിടുത്തെ ഭരണ നേതൃത്വത്തെ താൻ ഏറെ ബഹുമാനിക്കുന്നുണ്ട്. പാക് പ്രധാനമന്ത്രിയും ആർമി ചീഫും മികച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അഫ്ഗാനിലെ പ്രധാന നഗരങ്ങളായ കാബൂൾ, കാണ്ഡഹാർ, പക്തിയ എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലിലേക്ക് ട്രംപ് കടക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും ട്രംപിന്റെ ഈ വാഗ്ദാനം രാജ്യങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അത് ഇന്നലെ യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം പരിഹരിക്കാൻ താൻ ഇടപെടാം എന്നുള്ള നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയുടെ പരാമർശമാണ്. മധ്യസ്ഥ ശ്രമത്തിന് താൻ തയ്യാറാണ് എന്ന് മോദി വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ മാർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ ഉൾപ്പെടെയുള്ള സഭാ നേതൃത്വവുമായി ന്യൂഡൽഹി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മോദിയുടെ വളരെ പ്രധാനപ്പെട്ട ഈ പ്രസ്താവന. തർക്കത്തിൽ മധ്യസ്ഥതയ്ക്കുള്ള സന്നദ്ധത അറിയിക്കുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, 2020 പാർട്ടി കോർഡിനേറ്റർ സാബു എം ജേക്കബ് തുടങ്ങിയവർക്ക് ഒപ്പമാണ് യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ. ഇന്ത്യയിലെ തലവന്മാർ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ, ഡൽഹി ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ യൗസോബിയോസ് എന്നിവർ മോദിയെ കണ്ടത്. അതിനുശേഷം മലയാളത്തിലാണ് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തത്. തൻ്റെ ഹാൻഡിലിൽ അദ്ദേഹം പറഞ്ഞത്, ഈ പറഞ്ഞതുപോലെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഭാ ഐക്യത്തിലുള്ള എല്ലാ നീക്കങ്ങളെയും താൻ സ്വാഗതം ചെയ്യുന്നു. അതിന് താൻ മുൻകൈയെടുക്കും. ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളിലും ചർച്ചയിൽ വന്നു എന്നുള്ളതാണ്. അതിലൊക്കെ മുൻകൈയെടുത്ത് പരിഹരിക്കാനുള്ള തരത്തിൽ താൻ നീക്കം നടത്തും എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, നമുക്കറിയാം സംസ്ഥാന സർക്കാർ അടക്കം വലിയ തോതിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും പല തലങ്ങളിലുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടും പരിഹരിക്കാനാവാത്ത ഒന്നാണ്. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വ്യവഹാരങ്ങളുമുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രധാനമന്ത്രിയുടെ ഈ ഇടപെടൽ ഈ തർക്കത്തെ തലങ്ങൾ അതൊന്ന് വ്യത്യാസപ്പെടുത്താൻ സാധിക്കുമെന്ന് കരുതാമോ? രഞ്ജിത്ത്, നിലവിൽ ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ പുരോഗതി, അല്ലെങ്കിൽ ഈ രംഗത്ത് ഒരു പുതിയൊരു വഴി തുറന്നിരിക്കുന്നു. ഈ തർക്കങ്ങളുടെ രംഗത്ത് പുതിയൊരു വഴി തുറന്നിരിക്കുന്നു എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാം. കാരണം രണ്ടു കൂട്ടരും ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെയാണ് നേരിട്ട്, രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് പറയുന്നത്. രണ്ടുപേരും സമ്മതിക്കുകയാണെങ്കിൽ, ഇരു കൂട്ടരും സമ്മതിക്കുകയാണെങ്കിൽ മധ്യസ്ഥ ശ്രമത്തിന് താൻ തയ്യാറാണെന്ന് ഇതിൽ പരം ഒരാൾ അതിൽ പറയേണ്ടതില്ല. പ്രധാനമന്ത്രി തന്നെയാണ് പറയുന്നത്. സഭകളുടെ വിഷയങ്ങൾക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരം നടത്തുക എന്നത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. അതിൽ പ്രധാനമന്ത്രി തന്നെ ഇടപെടുകയും ചെയ്യുകയാണ്. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷന്മാർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം, പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം തന്നെ ഇവിടേക്ക് ഇന്ത്യയിലേക്ക് തന്നെ എത്തുന്നു. അദ്ദേഹത്തിന്റെ ഓസ്ട്രേലിയൻ സന്ദർശനം അത് വെട്ടിച്ചുരുക്കിയാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ്. അതിൽ പ്രത്യേകം പറയേണ്ടതില്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെയാണ് ഇങ്ങനെയൊരു ക്ഷണം നടത്തുന്നതും അവിടേക്ക് അത് സ്വീകരിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നത്. എന്തായാലും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും 2020 പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് പ്രസിഡന്റ്, അദ്ദേഹം കൂടി ഇതിനൊപ്പം ഉണ്ടായിരുന്നു. ഏതായാലും ഇതിൽ അദ്ദേഹം പ്രധാനമായും തന്നെയും ഉന്നയിക്കപ്പെട്ടത് സഭയുടെ വിഷയങ്ങൾ, അത് സഭയെ ബാധിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ മൈനോറിറ്റികളുടെ ഒരു പിന്നോക്കാവസ്ഥ പരിഗണിക്കുക തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ ഈ ചർച്ചകളിലേക്കെല്ലാം തന്നെ വന്നതായാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സഭകൾ തമ്മിലുള്ള ഈ വിഷയം, സഭയുടെ ഐക്യത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ, അതിന് പുതിയൊരു
വലിയൊരു ദിശാബോധം നൽകുന്നു എന്നതാണ് പ്രധാനമന്ത്രി തന്നെ പറയുന്നു. ഇനി ഉണ്ടാകേണ്ടത്, ഇതിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടത് സഭകളിൽ നിന്നുമാണ്. ഇരു സഭകളിൽ നിന്നും ഉണ്ടാകണം. അത് യാക്കോബായ സഭ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നത് തന്നെ അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. സഭ ഐക്യത്തിനായുള്ള എല്ലാ നീക്കങ്ങളെയും യാക്കോബായ സഭയിൽ നിന്നും സ്വാഗതം ചെയ്തിട്ടുണ്ടെന്ന് പാത്രിയാർക്കീസ് ബാവ വ്യക്തമാക്കുകയും. ഡാനി ഒന്ന് തുടരുക. ഇപ്പോൾ ശ്രീ പി സി ജോർജ് BJP നേതാവ് ടെലിഫോൺ ലൈനിലുള്ള. ശ്രീ പി സി ജോർജ്, നമുക്കറിയാം കാലങ്ങളായി ഉള്ള സഭാ തർക്കമാണ്, നിരവധി വ്യവഹാരങ്ങളുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരുപാട് ഇടപെട്ട പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി അതിനോട് വല്ലാതെ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നൊരു പശ്ചാത്തലവും താൻ ഏത് തലം വരെ പോകും ഈ തർക്കം പരിഹരിക്കാനെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് എന്തിന്റെ സൂചനയാണ് താങ്കൾ കാണുന്നത്? അതീവ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹത്തോട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും BJPക്കുമുള്ള സ്നേഹത്തിന്റെ തെളിവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമുക്ക് ഓർത്തഡോക്സ് ജാക്കബ് തർക്കം സത്യത്തിൽ ഒരു സഭ തന്നെ ആവശ്യമില്ലാതെ ചില സാഹചര്യങ്ങൾ ഉണ്ടായിപ്പോയ ഒരു പ്രത്യേക സാഹചര്യം സംഭവിച്ചു പോയ ഒരു പിരിവാണ്. അത് ഒന്നിച്ചു പോകാൻ വേണ്ടി ചർച്ച ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രധാനമന്ത്രിയുടെ മനസ്സിനെ എത്ര ആദരവോടെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അഭിപ്രായത്തിൽ ഈ യാക്കോബായ ഓർത്തഡോക്സ് മാത്രമല്ല, ഈ ക്രൈസ്തവ സമൂഹം മുഴുവൻ ഒന്നിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഈ കത്തോലിക്കൻ എന്ന് പറഞ്ഞ് മാത്രമേ മാറിയിരിക്കേണ്ട കാര്യം തന്നെ, പെന്റിക്കോസ്റ്റ് എന്ന് പറഞ്ഞ് മാറിയിരിക്കേണ്ട കാര്യം തന്നെ, CSI എന്ന് പറഞ്ഞ് മാറിയിരിക്കേണ്ട കാര്യം തന്നെ. സത്യത്തിൽ ഈ മുസ്ലിം സമുദായം ഉണ്ടല്ലോ, അവർ ഒന്നിച്ചല്ലേ നിൽക്കുന്നേ. എവിടെങ്കിലും പറയുമ്പോ ഇബ്രാഹിം, മനസ്സിലായില്ലേ, മുഹമ്മദ് ഇബ്രാഹിം മുസ്ലിം എന്ന് പറയുന്നുള്ളൂ, അതിനകത്ത് ഷാബി നബി ഒന്നും അവരാരും പറയാറില്ല. എന്നതുപോലെ ക്രിസ്ത്യാനി മുഴുവൻ ഒന്നിക്കുന്നു. ഇവിടെ നമ്മളോ റോമൻ കാത്തലിക്ക്, CSI, മർത്തോമ, പെന്റിക്കോസ്റ്റ്, എന്തിന്? ഇതെല്ലാം ഒന്നിക്കട്ടെ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇവരെല്ലാം ഒന്നിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിൽ കൂടെ ഒരു മാന്യതയില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ദൈവം എന്നുള്ള ശക്തി അദ്ദേഹം നൽകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ജോർജാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് ഇതിന്റെ തലങ്ങൾ വേറൊരു രീതിയിലേക്ക് എത്തിക്കുമെന്ന സംശയമില്ല. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, അതാണ് കാരണം, നേരത്തെ പറഞ്ഞ പോലെ അനവധി ശ്രമങ്ങൾക്ക് ശേഷമാണ് സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ ഇതിൽ ഇടപെടുകയും മറ്റും ചെയ്യുന്നത്. അത് ഈ സഭകൾക്ക് കൂടി സ്വാഗതാർഹമാണ്. തർക്കം പരിഹരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണല്ലോ. സഭകൾക്ക് കൂടി സ്വാഗതാർഹമാണ് എന്നുള്ളതാണ് പ്രധാനം. രഞ്ജിത്ത, സഭകളുടെ ഒരു ഔദ്യോഗിക യാക്കോബായ സഭ ഇതിനോടുള്ള നിലപാടും നയവും എല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഇനിയും പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് ഈ സഭാ തർക്കം മൂലം ക്രമസമാധാന പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്ന വിഷയങ്ങളിലേക്കെല്ലാം തന്നെ വന്നിട്ടുണ്ട്. കാരണം ഈ പള്ളികൾ അത് പിടിച്ചെടുക്കുക, പിന്നീട് അതിൽ സുപ്രീം കോടതി ഉത്തരവുണ്ടാകുന്നു. ആ ഉത്തരവിനെ പ്രതിരോധിച്ചുകൊണ്ട് സഭയിൽ തന്നെ ഒരു ഭാഗം രംഗത്ത് വരികയും പള്ളികൾ വിട്ടുകൊടുക്കുന്നതിനെതിരെ അവർ പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാറുന്നു. അങ്ങനെ ഈ ഒരു പള്ളിയുടെ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയാത്തൊരു സ്ഥിതി സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ തന്നെ വ്യക്തമാക്കുന്നു. അങ്ങനെ താൽക്കാലികമായി ഇത്തരം ഒരു നടപടികൾ അത് മരവിപ്പിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ വരികയും ചെയ്യുന്നു. കോടതി ഉത്തരവ് നടപ്പാക്കാൻ കഴിയാത്തൊരു സ്ഥിതി സംസ്ഥാനത്ത് ഉണ്ട് എന്നതടക്കം സർക്കാർ തന്നെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു വിഷയങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു. തങ്ങൾക്ക് നീതി വേണമെന്ന് ഇരു സഭകളും ആവശ്യപ്പെട്ടുകൊണ്ട് അവരും പൊതുരംഗത്തേക്ക് വരികയും ചെയ്യുന്നൊരവസ്ഥയെല്ലാമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറയുന്നത് ഈ വിഷയത്തിൽ ഇടപെടാൻ താൻ തയ്യാറാണ്. അത് രണ്ടു കൂട്ടർക്കും സമ്മതമാക്കണം. വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. പ്രശസ്ത എക്സ് മുസ്ലിം യൂട്യൂബർ സലീം വസ്തിക്കിന് നേരെ ക്രൂരമായ വധശ്രമമുണ്ടായി എന്നുള്ളതാണ്. ഗാസിയാബാദിലെ ലോണിയിലുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ രണ്ടംഗ സംഘം വസ്തിക്കിൻ്റെ കഴുത്തിലും വയറിലും മാരകമായി കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. നിലവിൽ ഡൽഹിയിലെ GTB ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇസ്ലാമിക പാരമ്പര്യങ്ങളിലെയും ആചാരങ്ങളിലെയും തീവ്ര നിലപാടുകളെ പരസ്യമായി വിമർശിച്ചിരുന്ന ഒരാൾ കൂടിയാണ് സലീം വസ്തിക്ക്. ഏതായാലും ഇത് വലിയ തോതിലുള്ള അന്വേഷണത്തിലേക്കും മറ്റും പോയിരുന്നു. നമുക്കറിയാം യൂട്യൂബ് ചാനലിലൂടെയും
ടെലിവിഷൻ ചാനലുകളുടെയൊക്കെ തൻ്റെ നിലപാടുകൾ വസ്തിക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ ആക്രമണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. 2 ആളുകൾ വസതിയിലേക്ക് എത്തുകയും പിന്നീട് അകത്ത് അതിക്രമിച്ച് കയറി കുത്തി പരിക്കേൽപ്പിക്കുകയും മറ്റും സംഭവിച്ചു. പിന്നീട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രചരണങ്ങളൊക്കെ ഉയർന്നു വന്നു. ചില സ്ക്രീൻഷോട്ടുകളൊക്കെ വന്നത് വർഗീയ വിദ്വേഷത്തെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മുസ്ലിം ആർമി എന്ന പേരിലുള്ള ഒരു ഗ്രൂപ്പിൽ ഈ സലിം വസ്തിക്കിനെ ആക്രമിച്ചതായും അതിൻ്റെ വീഡിയോ വേണോ എന്നൊക്കെയുള്ള ചോദിച്ചുള്ള സന്ദേശങ്ങളും മറ്റും വന്നു. അത് പ്രചരിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ഗ്രൂപ്പിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പോലീസ് ഈ ഗ്രൂപ്പിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥ് സർക്കാർ ഈ വിഷയം ഗൗരവമായി എടുത്തിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഇത് മുസ്ലിം സമുദായത്തിൽ നിന്ന് വിട്ട അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്ന രീതിയിൽ ഉള്ള ഒരു ആൾക്കെതിരെ നടത്തുന്ന മുസ്ലിം സമുദായത്തിലെ വിവിധ വിഷയങ്ങൾ അനാചാരം അടക്കം ചൂണ്ടിക്കാട്ടുന്ന ഒരാൾക്ക് നേരെ ഇത്തരം അക്രമം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഭീഷണിയാണ് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ശ്രീ ആരിഫ് ഹുസൈൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. അദ്ദേഹവും പിന്നെ ഇത് പറഞ്ഞതുപോലെ എക്സ് മുസ്ലിമാണ്, ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആളാണ്, ആക്ടിവിസ്റ്റാണ്. ശ്രീ ആരിഫ് ഹുസൈൻ, ഇപ്പോൾ ഇദ്ദേഹത്തിന് സംഭവിച്ച ഒരു വിഷയം അത് ഒരു സൂചനയാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പലതരത്തിലുള്ള അക്രമങ്ങൾ അത്തരം ആളുകൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് കരുതണോ? തീർച്ചയായിട്ടും നമ്മളിവിടെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പൊ ഇവിടുത്തെ പല വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഗൗരി ലങ്കേഷ്, കൽബുർഗി, പൻസാര എന്നൊക്കെ പറയും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ പറയാൻ കാണിക്കുന്ന ത്രാണി എത്ര പേര് ഇതേ ആളുകൾ ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ പറയാൻ സാധിക്കും? ഫാറൂഖ് എന്നോ ചേകന്നൂർ മൗലവി എന്നൊക്കെ പറയാൻ കഴിയും എന്ന് നമ്മൾ അന്നേ ചോദിക്കാറുണ്ട്. പക്ഷെ ആ ചോദ്യം ആരും എടുക്കാറുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ അതിലേക്ക് ഒരാളെയും കൂടി ചേരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഇപ്പോഴും അതിന് ക്രിട്ടിക്കൽ അവസ്ഥയിലാണെന്നാണ് അറിയുന്നത്. അതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയില്ല. രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. എന്തായാലും വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഒരു വശത്ത് പറയുകയും എന്നിട്ട് ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ നടത്തുന്ന ഇത്തരം കൊലവിളികളും നേരിട്ടുള്ള അക്രമങ്ങളും അത് തുടർക്കഥയാവുമ്പോഴും അത് ഒരു വിഭാഗത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ അത് ചെയ്യുന്ന സമയത്ത് അതിനൊരു വിഷയമായിട്ട് കാണിക്കാതെ ഇച്ചിരി വർഗീയതയും ഇച്ചിരി ഇതുപോലെയുള്ള ഭീകരവാദമൊക്കെ മുസ്ലിങ്ങൾക്കാകാം എന്നൊരു നിലപാട് ഇവിടെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് പോലും വെച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് പറ്റില്ല എന്നുള്ളത് മാത്രമല്ല അതുകൂടാതെ ഇത്തരം കാര്യങ്ങൾ അത് ബാക്കിയുള്ള ആളുകൾക്കും കൂടി അത് എടുക്കാനും പ്രയോഗിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഇത്തരം തീവ്രവാദികൾ വെച്ചു കൊടുക്കുന്നതെന്നും കൂടിയാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇതിനെ ആ രീതിയിൽ കാണണമെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് മാറ്റം വരട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് മനസ്സിലിപ്പോൾ ഉള്ളത്. തീർച്ചയായും അതാണ് ശ്രീ ആരിഫ് ഹുസൈൻ്റെ പ്രതികരണം. അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലാണ്. ആരോഗ്യത്തിൽ സംബന്ധിച്ച് ഇപ്പോഴും പലതരത്തിലുള്ള ആശങ്കകളും ഉയർന്ന പശ്ചാത്തലം കൂടിയുണ്ട്. മുസ്ലിം ആർമി എന്ന ഗ്രൂപ്പിനെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റു വാർത്തയിലേക്ക് പോകണം. ഇന്നലെയാണ് നടൻ വിജയ്, TVKയുടെ നേതാവ് കൂടിയായ നടൻ വിജയ്ക്കെതിരെ മുൻ ഭാര്യ സംഗീത ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. അതിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് എന്ന വിവരങ്ങൾ പിന്നീട് പുറത്തു വരികയും മറ്റുമായിരുന്നു. വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നും അത് വിലക്കി, എന്നിട്ടും അത് തുടർന്നു. തന്നോട് ഇനി അത്തരം ബന്ധങ്ങൾ തുടരില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ബന്ധം തുടർന്നു. ഒരു നടിയുമായാണ് ബന്ധമെന്നും ഈ നടിയുമായി പലപ്പോഴും വിദേശ രാജ്യങ്ങളിലും മറ്റും സന്ദർശനം നടത്താറുണ്ട് എന്നും സംഗീത പറയുന്നു. 5 വർഷത്തിലേറെയായി വേർപിരിഞ്ഞാണ് കഴിയുന്നത് എന്ന് പറയുന്നു. പലതരത്തിലുള്ള ശ്രമങ്ങൾ താൻ നടത്തി വിവാഹമോചനത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ. അദ്ദേഹം വിജയ് നൽകിയ പല വാക്കുകളും താൻ വിശ്വസിച്ചു എന്നും സംഗീത പറയുന്നുണ്ട്. പക്ഷേ ഇത് ഒരു തരത്തിലും വിജയ് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നു. പലതരത്തിലുള്ള പ്രണയകഥകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു. തനിക്കും കുട്ടികൾക്കും അത് വലിയ നാണക്കേടും വേദനയും ഉണ്ടാക്കി. ഈ പ്രശ്നങ്ങൾ പൊതുജന മധ്യേ സംസാര വിഷയമാകാതെ പരിഹരിക്കാൻ താൻ എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതൊന്നും വിജയ് അതിനോട് വഴങ്ങിയില്ല എന്നുള്ള ഗൗരവതരമായ ആരോപണം കൂടി ഉന്നയിക്കുകയാണ്. നമുക്കറിയാം സംഗീത ഒരു ബാഡ്മിൻ്റൺ പ്ലെയർ കൂടിയാണ്. താൻ മാനസികമായും ശാരീരികമായും ഏറെ പ്രയാസപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്ന് സംഗീത പറയുന്നു. 2 മക്കളുണ്ട് വിജയ്ക്കും സംഗീതയ്ക്കും. മകൻ ജെയ്സൺ സഞ്ജയ്, മകൾ ദിവ്യ സാഷ. ഇവർ 2 പേരും മാനസികമായി വലിയ വിഷമത്തിലാണ് ഈ വിജയുടെ പ്രവർത്തികൾ കാരണം എന്നതുകൂടി പറയുമ്പോൾ ഗൗരവതരമായ ഈ ആരോപണങ്ങൾ വിജയുടെ രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിക്കത്തക്ക വിധം. നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ ഇത്തരം ആരോപണങ്ങൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാവി ഇല്ലാതാക്കാൻ തക്ക പര്യാപ്തമായ ഒന്നാണ്. ഒരു ജീവൻ മരണ പോരാട്ടത്തിലൂടെ വിജയ് രാഷ്ട്രീയത്തിൽ കടന്നു പോകുമ്പോഴാണ് ഇത്തരം ആരോപണങ്ങളുമായി ഭാര്യ രംഗത്ത് വരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്.
ഗാനഗന്ധർവൻ യേശുദാസിന്റെ അമേരിക്കയിലെ വീട്ടിൽ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാവുകയാണ്. യേശുദാസ് എവിടെയെന്ന ചോദ്യം മലയാളികൾ കുറേ നാളായി ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അമേരിക്കയിലെ ഡാലസിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒപ്പമാണ് ഇപ്പോൾ താമസത്തിൽ. ആരോഗ്യവാനായി അദ്ദേഹം ഇരിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ്. വീട്ടിലെത്തിയവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന യേശുദാസിനെ ഈ ദൃശ്യങ്ങളിൽ കാണാം. പതിവ് ശൈലിയിൽ വെള്ള വസ്ത്രം ധരിച്ച യേശുദാസാണ് ഈ വീഡിയോയിലുള്ളത്. ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ഈ വീഡിയോ ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് ചെയ്ത മണിക്കൂറുകൾക്കാവും നിരവധി പേർ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്തു. ദാസേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് ദാസേട്ടനെ കേരളത്തിൽ കാണാൻ കൊതിയാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആരാധകർ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ നടത്തുന്നത്. സാധാരണ നമുക്കറിയാം സൂര്യ ഫെസ്റ്റിന് എല്ലാ വർഷവും യേശുദാസ് എത്തി കച്ചേരി നടത്തുന്നതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം വരുന്നില്ല. കോവിഡിൻ്റെ ഭീതി മുതൽ തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനിടയിലാണ് യേശുദാസിനായി മ്യൂസിയം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച വാർത്തയും അടക്കം പുറത്തു വരുന്നത്. ഏതായാലും മലയാളികളുടെ ദാസേട്ടൻ ഗാനഗന്ധർവൻ ആരോഗ്യവാനായി ഇരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ്. മറ്റൊരു വാർത്ത നമുക്കറിയാം, സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രീ പോൾ സർവേകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ ലോക് പോളിൻ്റെ ഒരു പ്രീ ഇലക്ഷൻ സർവേ ഫലം പുറത്തു വരുന്നുണ്ട്. അതിൽ UDF-നാണ് ഇത്തവണ ഭരണം ലഭിക്കും എന്ന് പ്രവചിക്കുന്നത്. അതായത് 140 സീറ്റുകളിൽ 81 മുതൽ 86 സീറ്റുകൾ വരെ നേടി UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് ഈ സർവേയുടെ പ്രവചനം. ഭരണത്തുടർച്ച ലക്ഷ്യമിടുന്ന LDF-നാകട്ടെ 51 മുതൽ 59 സീറ്റുകൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും എന്നാണ് വിവരം. NDA-ക്ക് 0 മുതൽ 2 വരെ സീറ്റുകൾ മാത്രമേ ലഭ്യമാകൂ എന്നും ഈ സർവേ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം 10-36 സീറ്റുകളിലൊക്കെ വിജയിക്കുമെന്ന് പ്രതീക്ഷ അർപ്പിക്കുന്ന കക്ഷിയാണ് NDA. പക്ഷേ 2 സീറ്റുകൾ മാത്രമാണ് ലഭ്യമാവുക എന്ന് പറയുന്നു. UDF-ന് 43 മുതൽ 45% വരെ വോട്ട് ലഭിക്കാം. LDF-നാകട്ടെ 39 മുതൽ 41% വരെ വോട്ടുകൾ ഒതുങ്ങും. NDA 13 മുതൽ 15% വരെ വോട്ടുകൾ മാത്രമാണ് ലഭ്യമാകുക എന്നുള്ളതാണ്. സർക്കാരിനെ വേട്ടയാടുന്ന നിരവധി വിവാദങ്ങൾ LDF-ന് വിനയാകുന്നു. അതിപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തുണ്ടാകും, മറ്റ് നിരവധി ക്രമക്കേടുകളുണ്ടാകും. ഒപ്പം മുസ്ലിം ലീഗും AP സമസ്തയും തമ്മിലുള്ള അടുപ്പമുണ്ടാകും. ക്രൈസ്തവ സഭകളുമായുള്ള കോൺഗ്രസിൻ്റെ ബന്ധവും സമ്പർക്കവും പ്രധാനമാണ്. അങ്ങനെ നിരവധി കാരണങ്ങളാണ് ഇത്തരത്തിൽ UDF-ന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ഗുണം ചെയ്യുക എന്നാണ് ഈ സർവേയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന കണക്കുകൾ. നമുക്ക് കൂടുതൽ വാർത്തകൾ, നിരവധി വാർത്തകൾ ബാക്കിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. എന്നും ജനപക്ഷത്ത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ ആദ്യഘട്ട കൈമാറ്റം നാളെയാണ്. അവസാനഘട്ട ജോലികൾ ടൗൺഷിപ്പിൽ പുരോഗമിക്കുകയാണ്. 178 വീടുകൾ കൈമാറുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടുകളുടെ താക്കോൽദാനം ഒപ്പം പട്ടയ വിതരണവും നടത്തും. അതേസമയം മുസ്ലിം ലീഗ് നിർമ്മിച്ച ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റം ഇന്ന് നടക്കും എന്നുള്ള വിവരം കൂടി ഉണ്ട്. 51 വീടുകളാണ് ലീഗ് നിർമ്മിച്ചു നൽകുന്നത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് നിർവഹിക്കുന്നത്. MS അനീഷ് കുമാറും CV അനുമോദും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. CV അനുമോദുണ്ട്. അത് ലീഗിൻ്റെ വീടുകൾ നിർമ്മിക്കുന്ന സ്ഥലത്താണ്, നിർമ്മിച്ച് കൈമാറുന്ന സ്ഥലത്താണ് അനുമോദുള്ളത്. അനുമോദിനൊപ്പം അവിടുത്തെ പൗരപ്രമുഖരുണ്ട്, നാട്ടുകാരുണ്ട്, നേതാക്കളുണ്ട്. അനുമോദ്, നേരത്തെ നമ്മൾ ഈ സ്ഥലത്തെത്തി സംസാരിക്കുമ്പോഴൊക്കെ വല്ലാത്ത തരത്തിലുള്ള മാനസിക പ്രയാസത്തിലും വലിയ ദുരന്തങ്ങളുമൊക്കെ കണ്ട് അനുമോദിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അനുമോദൊക്കെ കരഞ്ഞ അവസ്ഥയൊക്കെ ഏത് മനുഷ്യനും, മനുഷ്യത്വമുള്ള ഏത് മനുഷ്യനും സംഭവിക്കുന്ന പല വൈകാരിക തലങ്ങളിലൂടെയും കടന്നുപോയ ഒരാൾ കൂടിയാണ് അനുമോദ്. പക്ഷേ ഇന്നിപ്പോൾ ഒരു ചിരിയുണ്ട് അനുമോദിൻ്റെ മുഖത്ത്. അതൊരു അതിജീവനത്തിന് ചിരിയാണ്, അല്ലെങ്കിൽ അത് അനുമോദ് കാണുന്ന അവിടുത്തെ ജനങ്ങളുടെ ഒരു വികാരം കൂടിയാണ് എന്ന് മനസ്സിലാകുന്നു. എന്താണ് അവിടുത്തെ കാഴ്ചകൾ അനുമോദ്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ മുമ്പ് ഈ ചൂരൽമല മേപ്പാടി ദുരന്തത്തിൻ്റെ റിപ്പോർട്ടിങ്ങിൽ കാണുമ്പോഴൊക്കെ എല്ലാവരുടെയും ദുഃഖവും അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളും അവരുടെ നഷ്ടങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവച്ചിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അവരുടെ അതിജീവനത്തിൻ്റെ ഒരു വലിയ ചിത്രമാണ് നേരിൽ കാണുന്നത്. ഞാൻ നിൽക്കുന്നത് തൃക്കൈപ്പറ്റയിലാണ്. ഇവിടെയാണ് മുസ്ലിം ലീഗിൻ്റെ 51 സ്നേഹഭവനങ്ങൾ അത് ഗുണഭോക്താക്കൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മിന്നൽ വേഗത്തിലെന്നൊക്കെ പറയാം. കേവലം 4.5 മാസം കൊണ്ടാണ് ഈ വീടുകളൊക്കെ പൂർത്തിയാക്കിയത്. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച നമ്മുടെ വേർനാട് MLA PK ബഷീർ സാഹിബ്, ഒപ്പം ഹാരിസ് ബിരാൻ MP ഇവരൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
ബഷീർക്ക നേരത്തെ പറഞ്ഞതുപോലെ മിന്നൽ വേഗത്തിലാണ് ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായത്. ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്നിരുന്നല്ലോ അല്ലേ? തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അതിജീവിച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം സെപ്റ്റംബർ 1 തറക്കല്ലിട്ടത്. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ വളരെ നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള വീട് ആണ് നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ളത് തീരുമാനം പ്രഖ്യാപിച്ചു. അതിനനുസരിച്ച് പാർട്ടി മെഷീനറികളും ജനങ്ങളും ഒക്കെ നമ്മുടെ പൂർണ്ണമായി സഹകരിച്ചു. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളും പഞ്ചായത്ത് വകുപ്പ് അതുപോലെ റവന്യൂ വകുപ്പ് ഒക്കെ നമ്മുടെ വളരെയധികം നന്നായി സഹകരിച്ചു. അതുകൊണ്ട് നമുക്കിത് വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി 105 വീടുകളാണ് ഞങ്ങൾ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യ ഘട്ടത്തിൽ 51 വീടുകളുടെ താക്കോൽദാനമാണ് ഇന്ന് നടക്കുന്നത്. 54 വീടുകളുടെ താക്കോൽദാനം ജൂൺ 15 മുമ്പായിട്ട് നടത്തും. മെയ് 30 പണി പൂർത്തിയാവും. നിങ്ങൾക്കറിയാലോ, മനോഹരമായ ഒരു സ്ഥലം റോഡ് സൈഡിൽ, ഹൈവേ റോഡിൽ 8 സെൻറ്റ് ഭൂമി, 3 ബെഡ്റൂം, അതുപോലെ തന്നെ കിച്ചണ്, മറ്റുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ, പിന്നെ ഞങ്ങൾ ഇവർക്ക് 65,000 രൂപേൻ്റെ ഫർണിച്ചറും വിശദമായിട്ട് കാണിക്കേണ്ടതുണ്ട്. അതിന് ഹാരിസ് ബിരിയാണി എം പി കൂടി ചേരുന്നുണ്ട്. വലിയ അഭിമാനം തോന്നുന്ന വിഷയം തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ടല്ലോ, ജനങ്ങൾക്കിപ്പോൾ നേരിട്ട് ബോധ്യപ്പെടുന്ന സംഗതികളാണിതെല്ലാം. ഇത് വർഷങ്ങളായിട്ട് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്, അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. അല്ലാതെ നമുക്കിപ്പോൾ അതിനകത്ത് വേറെ ഒരു സംഗതി നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾക്കുള്ള ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് നമ്മളിലുള്ള ട്രസ്റ്റ്, നമ്മൾ കൊടുക്കുന്ന ട്രസ്റ്റ്, അതാണ് സത്യം പറഞ്ഞാൽ ഈ പ്രോജക്റ്റിൻ്റെ പര്യായം എന്ന് പറയുന്നത്. ബഷീർക്ക, ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ല കാര്യം. ഏറെ മാസങ്ങളായി ഏറനാട് വിട്ടിട്ട് വയനാട് തൃക്കൈപ്പറ്റ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തനങ്ങളൊക്കെ തുടരുന്നത് അല്ലേ? അതെ. ഞാൻ ഇത് ദുരന്തം വന്നുള്ള ഒരു പാർട്ടി ഇതിൻ്റെ സബ് കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ കൺവീനറാക്കി അന്ന് മുതലേ തുടക്കമുണ്ട്. ഒരു 125 പ്രാവശ്യം നല്ല വയനാട് കയറി ഇറങ്ങിയത്. വളരെ ഇതായിട്ട് നമ്മൾ ഇതൊരു ടാസ്ക് ആയിട്ട് നമ്മൾ ഇത് എടുത്തു. ഒരു വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഈ പറഞ്ഞ മാതിരി ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ കൺവീനറേക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദൗത്യമായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദൗത്യമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞാൽ, പക്ഷേ ഇത്രയും വലിയ ടാസ്ക്, പക്ഷേ 100% ആത്മസംതൃപ്തിയിലാണ് അതിൻ്റെ നിറവിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ സിറ്റിംഗ് റൂമും ഡൈനിങ്ങും. ഇതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. പാർട്ടി മുൻകൈ എടുത്തിട്ടാണ് ഇതൊക്കെ ഫർണിച്ചറുകളൊക്കെ. ഈ ഫർണിച്ചറുകൾ ഇപ്പം സീറ്റുകൾ കണ്ടില്ലേ, ഇതൊക്കെ മരാണ്. ഇത് 6 ആൾക്കാർക്കൊക്കെ ഡൈനിങ് സൗകര്യങ്ങളാണ്. അതുപോലെ അടുക്കള ലളിതമായ അടുക്കളയാണ്. സ്പേസ് ഉണ്ട്. ഇതിനപ്പുറത്തുണ്ട്. ഇതിനപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ പിന്നെ അതിന് മുറ്റം അവിടെ കണ്ടല്ലോ. ഇത് 8 സെന്റ് ഭൂമിയാണ്. ഒരു കുടുംബത്തിന് 8 സെന്റ് ഭൂമിയാണ്. അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ക്രിയാവിക്രയം ചെയ്യാനുള്ള ഇതാണ്. ഇത് മണ്ഡലത്തിലെ ഒരു കമ്മിറ്റി, പൂങ്കാട്ടി പഞ്ചായത്ത് കമ്മിറ്റി സ്പോൺസർ ചെയ്തതാണ്. എല്ലാ വീടുകൾക്കും 51 വീടുകൾക്ക് ഇതുപോലുള്ള 5000 രൂപ വിലയുള്ള ഈ കിറ്റുകളുണ്ട്. മിക്സി കിറ്റുകൾ എല്ലാം ഉണ്ട്. പിന്നെ റൂമുകൾ ഇതാണ് വരുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂം ഈ കട്ടിൽ ഇതിലേക്ക് ഒരു ബെഡ് ഇപ്പോൾ വരും. ഒരു ബെഡ്റൂം തീ കൊടുക്കും. ഇത് നല്ല അലമാറിന്റെ ഷേപ്പ് നോക്കി. ഇതൊക്കെ നല്ല മരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആദ്യ രീതിയിലുള്ള നല്ല സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. വിശാലമായിട്ടാണ്. വളരെ ആത്മസംതൃപ്തിയാണ് നമുക്ക്. ഗുണഭോക്താക്കൾക്ക് അഭിമാനത്തോടെ താമസിക്കാൻ പറ്റുന്ന ഗുണഭോക്താക്കൾ അഭിമാനത്തോടെ താമസിക്കാൻ പറ്റും. ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ ഒരു വെർത്ത് എന്ന് പറയുന്നത് 50 മുതൽ 60 ലക്ഷം രൂപ വരെ വരുന്ന ഒരു ഭവനമാണ് ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടാൽ അറിയണം ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള വീടിന്റെ പണി ഇതിന്റെ കൂടി തന്നെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഡിസൈനൊക്കെ എങ്ങനെയായിരുന്നു? ഇതിന് ആർക്കിടെക്ട് കോഴിക്കോടിലെ ടോണി അദ്ദേഹമാണ് നമുക്ക് ഇതിന്റെ ഡിസൈന് കാര്യങ്ങൾ പ്ലാനൊക്കെ ഫ്രീ ആയിട്ടാണ്. ഫ്രീ സർവീസാണ്. ഒരു ഫോട്ടോ സെഷൻ്റെ കാശ് നമ്മളിക്കുന്ന ഒരു ഭാഗ്യമില്ല. നിങ്ങൾക്കറിയാലോ അതിൻ്റെ ലേഔട്ട് കാര്യങ്ങൾ പ്ലാൻ ഉണ്ടാക്കാനെങ്കിൽ പഞ്ചായത്ത് കൊടുക്കാൻ, ടൗൺ പ്ലാനിങ് കൊടുക്കാൻ, ഇതിനൊക്കെ എല്ലാം അവരെ മേൽനോട്ട്, അവരെ സൂപ്പർവൈസിങ് ഒക്കെ ഫ്രീ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. താരതമ്യം ചെയ്ത് പറയില്ലെങ്കിൽ പോലും മറുവശത്ത് സർക്കാരിൻ്റെ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും വലിയ തോതിൽ തന്നെ വാർത്താമാധ്യമങ്ങൾ ആഘോഷമാക്കുകയും സർക്കാർ പരസ്യങ്ങൾ ചെയ്തു. പക്ഷേ ലീഗിൻ്റെത് സത്യം പറഞ്ഞാൽ സൈലൻ്റ് ആയിട്ട് എന്ന് തന്നെ പറയാം.
അതല്ലേ മതിയില്ല. നമ്മളിങ്ങനെ നാട്ടുകാർക്ക് എന്നും ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കണ്ടല്ലോ. ആൾക്കാർ വന്നിട്ട് റിയാലിറ്റി കാണട്ടെ. നമുക്കിത് വളരെ ഭംഗിയായിട്ട് ആൾക്കാർക്ക് കൊടുക്കണം. നമ്മൾ പ്രയാസം അനുഭവിച്ച നല്ല വീട്ടിലൊക്കെ താമസിച്ച ആൾക്കാർക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു ദുരന്തം ഉണ്ടായി. അപ്പോൾ അവർക്ക് നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള വീട് നിർമ്മിച്ചു കൊടുക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് മണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് ഒരു നിർബന്ധമായിരുന്നു. അതാണ് ലീഗ് അക്ഷര ഇന്ന് പാലിച്ചത്. ഇനിയും ബാക്കി കിടക്കാണ് ദൗത്യം അല്ലേ? ബാക്കി കിടക്കണം. അത് എന്തായാലും അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കട്ടെ. പക്ഷെ അതായത് മെയ് 31 ജൂൺ 15 മുമ്പ് താക്കോൽദാനം നടത്തും. എന്നാണെങ്കിലും നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കുറച്ചുകൂടി വിശദമായി കാണാം. അത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തോടെ താമസിക്കാവുന്ന ഒരു ഇടമാണ്. അത്രയും വിശാലമാണ് ഈ വീടിൻ്റെ ഉൾവശം. ഇത് സിറ്റ് ഔട്ട്, അതായത് ഫർണിച്ചറുകളൊക്കെ പാർട്ടി തന്നെ നേരിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം. ഒന്നിനും ഇവിടെ പുറത്തു പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച്. അതായത് നൽകാവുന്നതെല്ലാം നൽകുന്നു, അതിനപ്പുറത്ത് നമുക്കൊന്നും പറയേണ്ട ആവശ്യം വരുന്നുണ്ട്. വാർക്ക നിർമ്മാണത്തിനുണ്ട്, അവർക്ക് ഒത്തുകൂടാനൊരു ഓഡിറ്റോറിയം ഉണ്ട്, സംവിധാനങ്ങളുണ്ട്. പിന്നെ കുടിവെള്ളം കിണർ ഉണ്ടാക്കി ടാങ്ക് കെട്ടി നമ്മൾ തന്നെ എല്ലാ വീടുകൾക്കും കണക്ഷൻ കൊടുത്തു. അതിന് ജലജീവമിഷൻ്റെ പദ്ധതിക്കുള്ള പൈപ്പ് ലൈൻ ഇട്ടു. KSEB നമുക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ കണക്ഷൻ തന്നു. എല്ലാ കാര്യങ്ങളും ട്രാൻസ്ഫോമർ വെച്ചു. ഇതിനൊക്കെ ഞങ്ങൾ ഫീസും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. അല്ല, ഫണ്ടിന്റെ അപര്യാപ്തത ഇതിലുണ്ട്. 36 കോടി രൂപയായിരുന്നു ഫണ്ട് റൈസിംഗിൽ നമുക്ക് ക്രൗഡ് ഫണ്ടിങ്ങിൽ വന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾക്ക് 17 കോടി രൂപ 18 കോടി രൂപേൻ്റെ ഷോർട്ട് വരും. പക്ഷെ അത് പാർട്ടി പ്രസിഡന്റ് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ജനങ്ങൾ ഏറ്റെടുക്കും, പണം കിട്ടും. പണം ഞങ്ങൾക്കൊരു പ്രശ്നമാവില്ല. എന്താണെങ്കിലും ജൂൺ മാസത്തോടെ എല്ലാ വീടുകളും ജൂൺ 15 മുമ്പായിട്ട് എല്ലാവർക്കും താക്കോൽദാനം കൊടുക്കും, അവർക്ക് കൈമാറും. അതാണ് രഞ്ജിത്ത്, നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കുറച്ചുകൂടി വിശദമായിട്ട് തന്നെ കാണാം. നമ്മൾ ഇതൊരു വിശാലമായിട്ടുള്ള വീട് തന്നെ എല്ലാ അർത്ഥത്തിലും നമുക്ക് പറയാൻ കഴിയും. കാരണം മാസ്റ്റർ ബെഡ്റൂമൊക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലോ, അത്രയും സൗകര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈനൊക്കെ തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരു കുടിസ് വീടെന്നൊന്നും ഒരിക്കലും പറയാനാകില്ല. അത്രമാത്രം ഒരു കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിർമ്മാണം തന്നെയാണ്. 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ അതിനുള്ള സൗകര്യങ്ങളും അതേപോലെ തന്നെ ഫർണിച്ചർ അടക്കമുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇതിനോടകം തന്നെ താക്കോൽ കൈമാറുമ്പോൾ തന്നെ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാണെങ്കിലും നേരത്തെ നമ്മൾ കണ്ടിരുന്നത് ഈ മേപ്പാടിയിലെയും ചുരുൾമലയിലേക്ക് ആളുകളുടെ കണ്ണീരാണെങ്കിൽ ഇന്ന് അവരൊക്കെ അഭിമാനത്തോടെ അവരുടെ പുതിയ വീട്ടിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നതിൻ്റെ ആ സന്തോഷകരമായ നിമിഷങ്ങളാണ് നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും CV അനുമോദാണ് അവിടെ ലീഗ് നിർമ്മിച്ച് കൈമാറാൻ പോകുന്ന. ഇന്ന് വൈകുന്നേരമാണ് ലീഗിൻ്റെ സംസ്ഥാന നേതാക്കളുടെ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അഭിമാനാർഹമായ നേട്ടമാണ് ആ പാർട്ടിക്ക്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ വീടിൻ്റെ താക്കോൽദാനം നാളെയാണ്. അതിന് മുൻപ് ലീഗ് പോലെയുള്ള ഭരണത്തിലില്ലാത്ത ഒരു പാർട്ടി 51ഓളം വീടുകൾ നിർമ്മിച്ചു നൽകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. CV അനുമോദാണ് ചേർന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഒരു നാടിൻ്റെ പേര് വെറുമൊരു അടയാളം മാത്രമല്ല, അതിൽ ആ നാടിൻ്റെ സാംസ്കാരിക പൈതൃകവും ചരിത്രപരമായ പരിണാമവും ഒരു ജനതയുടെ വൈകാരികമായ സ്വത്വവും അഗാധമായി ഇഴചേർന്ന് കിടപ്പുണ്ട്. കാലങ്ങളായി ഇംഗ്ലീഷിലും മറ്റ് ഔദ്യോഗിക രേഖകളിലും കേരള എന്ന് വിളിക്കപ്പെട്ടിരുന്ന നമ്മുടെ സംസ്ഥാനം മലയാളികളുടെ സ്വന്തം മാതൃഭാഷയായ മലയാളത്തിൽ ഉച്ചരിക്കുന്നത് പോലെ കേരളം എന്ന ഔദ്യോഗിക നാമത്തിലേക്ക് മാറാനുള്ള ഒരുക്കത്തിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘനാളായുള്ള ഈ ആവശ്യത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ഭരണഘടനാപരമായ മാറ്റങ്ങളിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് പൂർത്തിയായിരിക്കുന്നത്. ഒരു നാടിൻ്റെ സ്വത്വം അതിൻ്റെ യഥാർത്ഥ പേരിൽ തിരിച്ചറിയപ്പെടുക എന്നത് ഏതൊരു ജനതയെയും സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. കൊളോണിയൽ കാലഘട്ടത്തിൻ്റെയോ മറ്റ് ഭാഷാപരമായ സ്വാധീനങ്ങളുടെയോ ഫലമായി രൂപാന്തരം പ്രാപിച്ച പേരുകളിൽ നിന്നും തനതായ പേരുകളിലേക്കുള്ള മടങ്ങിപ്പോക്ക് കേവലമൊരു അക്ഷരമാറ്റമല്ല, മറിച്ച് ചരിത്രപരമായ ഒരു തിരുത്തൽ കൂടിയാണ്. ഈ പേരുമാറ്റത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഭാഷാപരമാണ്. ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഭാഷകളിൽ സ്ഥലപ്പേരുകളുടെയും മറ്റും അവസാനം കടലമ്മയുടെ കനിവിൽ ജീവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വഴി കൂറ്റൻ മതിൽ കെട്ടി അടച്ച റിസോർട്ട് മാഫിയ. ഇവിടെയാണ് 25 ഏക്കറോളം ഭൂമി റിസോർട്ട് കൈയടക്കിയതിനെ തുടർന്ന് ഇവിടെയുള്ള അടിസ്ഥാനപരമായ വികസനങ്ങൾ പോലും നടപ്പിലാക്കാൻ കഴിയാതെ വഴിയടക്കം ഇവിടെയുള്ള നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾ കണ്ടത് നിങ്ങളോട് വിളിച്ചു പറഞ്ഞു. വെള്ളമായിരുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിധത്തിലും
പറ്റാത്തൊരവസ്ഥയുണ്ട്. നമ്മൾ ഏത് വികസന പ്രവർത്തനവും വ്യവസായവും വരുന്നതിനൊന്നും നമ്മളെ നാട്ടുകാരും പൊതുജനപ്രതിനിധികളാരും അതിനൊന്നും എതിരല്ല. ന്യൂസ് 18 കേരളം സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ശരണ്യ സ്നേഹത്തിന്റെ റിപ്പോർട്ട് കാണേണ്ടവർ കണ്ടു. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ആലപ്പുഴ MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ റിസോർട്ട് അധികൃതരുമായി നടന്ന ചർച്ച വിജയകരമായി പര്യവസാനിച്ചു. ഇപ്പോൾ ഫലത്തിൽ ഈ സ്ഥലം 3 മീറ്റർ വീതിക്ക് നമുക്ക് മുഴുവൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള വഴി സാധ്യമാക്കി. ഫാറം അവരെ ഏൽപ്പിച്ചു. വഴി നന്നായിട്ട് എർത്ത് വർക്ക് നടത്തി ജനകീയമായിട്ട് എർത്ത് വർക്ക് നടത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ അജണ്ട ബ്രേക്കിംഗ് ന്യൂസുകളല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്താ ദൗത്യമാണ്. ന്യൂസ് 18 കേരളം എന്നും ജനപക്ഷത്ത്. വയനാട്ടിൽ സർക്കാർ നിർമ്മിച്ച മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നാളെയാണ്. പട്ടയ വിതരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രിയാണ് നേതൃത്വം നൽകുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലാണ് പ്രധാനപ്പെട്ട ഈ വീടുകൾ കൈമാറ്റം നടക്കുക. നമുക്കറിയാം, ടൗൺഷിപ്പായി നിർമ്മിച്ച ഈ വീടുകൾ ഏറെ സൗകര്യങ്ങളുള്ള, എല്ലാ തരത്തിലും സമാധാനമായി ജീവിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MS അനീഷ് കുമാർ അവിടെയുണ്ട്. അനീഷ്, വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ലീഗിൻ്റേത് ഇന്നാണ്, നാളെ സർക്കാരിൻ്റെ വീടുകളും നിർമ്മിച്ചു നൽകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? വലിയ ചടങ്ങിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? രഞ്ജിത്ത്, ദ്രുതഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ ചൂരൽമല ടൗൺഷിപ്പ് അല്ലെങ്കിൽ കൽപ്പറ്റയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ടൗൺഷിപ്പിൽ പുരോഗമിക്കുന്നത്. നമുക്ക് കാണാം, നൂറുകണക്കിന് തൊഴിലാളികളാണ് ഇന്നിവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിരാമം, അതായത് വിശ്രമമില്ലാത്ത ജോലിയാണ് ഇവിടെ നടക്കുന്നത്. ഓരോ വീടുകളുടെയും മിനുക്കുപണികൾ തീർക്കുന്നത് കാണാം. പ്രത്യേകിച്ചും ഇതാണ് ഉദ്ഘാടന വേദി. ഇവിടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ആ ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോൾ അതിനോട് ചേർന്ന ഇടങ്ങളിലാണ് ഈ ആളുകൾ എത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ ചടങ്ങിനെത്തുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുമൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് കണക്കാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് കാണാനുള്ള ഒരു മാതൃകാ വീടുകൾ എന്ന രീതിയിലാണ് ഈ വശത്തെ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടുകളുടെ ഏതാണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവർക്ക് താമസം തുടങ്ങണമെങ്കിൽ ഇനിയും ചിലപ്പോൾ 3-4 ആഴ്ചയോ 1-2 മാസമൊക്കെ വേണ്ടി വരും. കാരണം ഈ റോഡിന്റെ പണി നടക്കുന്നു, മറുവശത്തുള്ള ഈ ലാൻഡ്സ്കേപ്പിംഗ് നടക്കുന്നു, ഒപ്പം ഈ പേവിംഗ് ടൈലുകൾ വിരിക്കുന്ന ജോലി നടക്കുന്നു. അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ആളുകളാണ് പലയിടങ്ങളിൽ നിന്നായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ മന്ത്രി ചിഞ്ചിറാണി ഇവിടെ എത്തുകയും ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തി കളക്ടറെയും മറ്റ് ഉദ്യോഗസ്ഥരെയും ഒക്കെ അഭിനന്ദിച്ച് മടങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. ഒപ്പം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വയനാട്ടിൽ വിനോദസഞ്ചാരത്തിനെത്തുന്ന ആളുകൾ പോലും എത്തി ഈ ടൗൺഷിപ്പ് കാണാൻ വരുന്ന ഒരു കാഴ്ച. അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന രീതിയിലേക്ക് കൂടി ഈ ടൗൺഷിപ്പ് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തിരക്ക് ഇപ്പോൾ തന്നെ ഇവിടെ കാണാം. ഈ പ്രിയങ്ക ഗാന്ധി, വയനാട് MP, 11 മണിയോടുകൂടി തന്നെ ഈ ടൗൺഷിപ്പ് കാണാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ നാട്ടുകാരുടെയും ഒക്കെ ഒരു അഭിപ്രായം തേടാം, അല്ലെങ്കിൽ അവർ ഈ ടൗൺഷിപ്പ് കാണാൻ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ എവിടെയുള്ള ആളുകളാണ്? മലപ്പുറത്താണെന്ന് വരുന്നത്. മഞ്ചേരി, മലപ്പുറത്ത് മഞ്ചേരി, പന്തലൂരാണ് ടൗൺഷിപ്പ്. ഗവൺമെൻറ്റിൻ്റെ ടൗൺഷിപ്പ് കാണാൻ വേണ്ടിയിട്ട്, നേരിട്ട് കണ്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക്, അത് നഷ്ടപ്പെടുന്ന എത്രത്തോളം നമുക്ക് പറയാൻ കഴിയില്ല, അത്രത്തോളം ഒരു താങ്ങായി നിൽക്കുന്ന സർക്കാരിനെ താങ്ങായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിന് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് വീടുകളൊക്കെ കാണുമ്പോൾ? ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പോലാണോ, അതോ നേരിട്ട് കാണുമ്പോഴാണോ കുറച്ചുകൂടെ മനസ്സിലാവുന്നത്? അത് പറയേണ്ടത് സോഷ്യൽ മീഡിയയിൽ കാരോട് പറയേണ്ടത്, നിങ്ങൾ രാഷ്ട്രീയം നോക്കരുത്, ജീവനെ നോക്കുക, ജീവനുള്ളവരെ നോക്കുക, നേരിട്ട് വന്ന് അനുഭവിക്കുക. ഏത് സർക്കാരായിക്കോട്ടെ, പക്ഷേ ഇത്രത്തോളം താങ്ങായി നിൽക്കുന്ന സർക്കാരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദയവായി സോഷ്യൽ മീഡിയക്കാർ നേരിട്ട് വന്ന് കണ്ട് സത്യം മാത്രം പ്രചരിപ്പിക്കുക. അതാണ് പറയുന്നത്. വീടുകൾ കാണുമ്പോൾ മതിലിന് പോലും, ഈ ഫൗണ്ടേഷൻ മതിലിന് പോലും ബെൽറ്റിട്ടുള്ള വർക്കാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം മനസ്സിലാവും അതിൻ്റെ സെറ്റപ്പിനെ കുറിച്ച്. നമുക്ക് വീട് പണിതവർക്കാണ് അല്ലേ, അതുകൊണ്ട് അറിയാം. ഓരോ തീർച്ചയായിട്ടും നമ്മൾ വീട് പണിതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ. അതിലൊക്കെ വളരെ സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതലായിട്ടൊന്നും ഇനി ഒരു
കാണാൻ പറ്റും. അകത്തൊക്കെ കയറി നോക്കിയോ? ആ, കയറി നോക്കിയിട്ടുണ്ട്. വളരെ എല്ലാ സൗകര്യങ്ങളുണ്ട്. വീടിൻ്റെ സ്പേസ്, അടുക്കളയുണ്ട്, അടുക്കളയ്ക്ക് വർക്ക് ഏരിയ വേറെ ഉണ്ട്, പിന്നെ ഒരു അറ്റാച്ച് ബാത്റൂം, പിന്നെ കോമൺ ബാത്റൂം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും. സാധാരണ നമ്മളൊരു വീട്, നമ്മൾക്ക് വീട് വെച്ച ആളാണല്ലോ, അപ്പോൾ ഇതിലേറെ ഒന്നും കൂടെ സെറ്റപ്പ് ആയിട്ടുള്ള തന്നെയാണ് ഉള്ളത്. എന്തായാലും ഒരു സന്തോഷമുണ്ടല്ലോ, കാരണം എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. നമ്മളൊക്കെ സങ്കടപ്പെട്ടതാണ് ഈ ചൂരൽമലക്കാരുടെ അന്നത്തെ വിധി ഓർത്തത്, അല്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. എന്ത് തോന്നുന്നു? വീടുകളാണ് നന്നായിട്ടുണ്ട്. ഇന്നിപ്പോ ഇത് കാണാൻ വേണ്ടി മാത്രം മാത്രമായിട്ട് വന്നുള്ളതാണ്. ഇവിടുന്ന് മലപ്പുറത്ത് തന്നെ? മലപ്പുറത്ത് തന്നെയാണ്. ഞങ്ങൾ ടീമായിട്ട് ബസ്സിലാണ് വന്നിട്ടുള്ളത്. ഇത് കാണാൻ വേണ്ടി തന്നെ പോകുന്നു? ഇത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ടെന്ന് പറയുന്നത്, അല്ലേ? ഉണ്ട്. ഇവിടെ വരുന്ന സമയത്ത് പല സ്ഥലത്തുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. വീട് കണ്ടിട്ട് എന്ത് തോന്നി? അകത്തൊക്കെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ വർക്ക് എന്ന് പറയുന്നത് വളരെ കുറ്റമറ്റ രീതിയിൽ അല്ലെങ്കിൽ ഭാവിയും കൂടെ കണ്ടിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഒരുപാട് പേര്. സോഷ്യൽ മീഡിയക്കാരോട് പറയാനുള്ളത്, അസത്യം പ്രചരിപ്പിക്കരുത്, സത്യം പ്രചരിപ്പിക്കുക, ഈ ദുഃഖത്തിൽ അണിചേരുക, പങ്കുചേരുക എന്ന് പറയുന്നത്. അതാണ് ഈ ഒരുപാട് ആളുകൾ പല ഇടങ്ങളിൽ നിന്നായി ഈ വീടുകൾ കാണാനായി എത്തുന്ന കാഴ്ച. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി പോലും മാറുന്ന ഒരു കാഴ്ച. ഇപ്പോൾ അവസാനം മിനുക്കുപണികൾ നടക്കുന്ന ഒരു വീടാണ്. ആ വീട്ടിനുള്ളിൽ പോളിഷിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റുന്ന, അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ കയറി ചെളിയും പൊടിയും ഒക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് നിൽക്കുന്ന ഒരു കാഴ്ച. നല്ല ടൈലുകൾ, 2 ഫാനുകളുണ്ട്, നല്ല സ്വിച്ചുകൾ, 2 കിടപ്പുമുറികൾ കാണാം, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്, അടുക്കളയുണ്ട്. ഇതെല്ലാം കൃത്യമായ നിലവാരത്തിലുള്ള ഒരു മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും അവസാന വട്ട മിനുക്കോണികളിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നാളെ ഉദ്ഘാടനത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ വീടുകളൊക്കെ ഏതാണ്ട് പൂർണ്ണ സജ്ജമാവും. പക്ഷേ അവർക്ക് ഈ വീടിൻ്റെ പട്ടയങ്ങൾ നാളെ ലഭിക്കും. അതായത് ഈ വീടിൻ്റെ ഉടമസ്ഥാവകാശം അവർക്ക് ലഭിക്കും. പക്ഷേ വീടുകളിലേക്ക് കയറി താമസിക്കണമെങ്കിൽ കുറച്ചുകൂടി സമയമെടുക്കും. നമ്മൾ ഈ താഴെ ഭാഗത്തൊക്കെ കാണുന്ന വീടുകളിൽ വൈദ്യുതി അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ കുടിവെള്ള സംവിധാനം എത്തണം. ഈ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ പൂർണ്ണ തോതിലാവണം. അങ്ങനെ കുറച്ച് പണികൾ കൂടിയുണ്ട്. ഒപ്പം ഈ വൈദ്യുതി സംവിധാനങ്ങൾ നോക്കിയാൽ എല്ലാം അണ്ടർഗ്രൗണ്ട് കേബിളുകളാണ്. നമുക്ക് ഈ മുകൾ ഭാഗത്തൊന്നും ഉയർന്നു നിൽക്കുന്ന കേബിളുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഭൂമിക്കടിയിൽ കൂടെയുള്ള സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 ഫേസാണ് കറണ്ട് കണക്ഷൻ ഉള്ളത്. അതുകൊണ്ട് ഒരു ഫേസിൽ ഒരു തവണ കറണ്ട് പോയാൽ മറ്റൊരു ഫേസ് കണക്ട് ചെയ്യാൻ കഴിയും. ഒപ്പം എല്ലാ വീടുകളുടെ മുകളിലും സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. 240 kV വരെയുള്ള കറണ്ട് അവിടെ നിന്നും, വൈദ്യുതി അവിടെ നിന്നും ലഭിക്കുമെന്നാണ് നേരത്തെ ഇതിൻ്റെ നിർമ്മാതാക്കളായ ആളുകൾ പറഞ്ഞത്. എന്തായാലും അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടിയുള്ള ഒരു ഭവന നിർമ്മാണ പദ്ധതി, അല്ലെങ്കിൽ ഏറ്റവും വിശാലമായ ഒരു പുനരധിവാസ പദ്ധതി എന്ന് പറയാം. ഉദ്ഘാടനത്തിന് മുമ്പായുള്ള അവസാനവട്ട മിനുക്കണികൾ ഊർജിതമായി ഇവിടെ പുരോഗമിക്കുകയാണ്. അവിടെ അതിജീവനത്തിൻ്റെ കാഴ്ചകളാണ് MS അനീഷ് കുമാറും CV അനുമോദും പങ്കുവെക്കുന്നത്. സർക്കാർ നൽകുന്ന വീടുകളുടെ താക്കോൽദാനവും മറ്റും നാളെ നടക്കും. ഇന്ന് മുസ്ലിം ലീഗ് നൽകുന്ന വീടുകളുടെ താക്കോൽദാനം നടക്കും. ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ട ജനങ്ങൾക്ക് സമാശ്വാസമാകുകയാണ് നമ്മുടെ സംവിധാനങ്ങൾ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ന്യൂസ് ട്രെൻഡ്സിൻ്റെ സമയമാണ്. KP അഭിലാഷ് ചേരും. നമസ്കാരം. കടലമ്മയുടെ കനിവിൽ ജീവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വഴി കൂറ്റൻ മതിൽ കെട്ടി അടച്ച റിസോർട്ട് മാഫിയ. ഇവിടെയാണ് 25 ഏക്കറോളം ഭൂമി റിസോർട്ട് കൈയടക്കിയതിനെ തുടർന്ന് ഇവിടെയുള്ള അടിസ്ഥാനപരമായ വികസനങ്ങൾ പോലും നടപ്പിലാക്കാൻ കഴിയാതെ വഴിയടക്കം ഇവിടെയുള്ള നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടത്. ഞങ്ങൾ കണ്ടത് നിങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഒരു വിധത്തിലും പറ്റാത്ത ഒരവസ്ഥയാണ്. നമ്മൾ ഏത് വികസന പ്രവർത്തനവും വ്യവസായവും വരുന്നതിനൊന്നും നമ്മളെ നാട്ടുകാരും പൊതുജനപ്രതിനിധികളാരും അതിനൊന്നും എതിരല്ല. ന്യൂസ് 18 കേരളം സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ശരണ്യ സ്നേഹജിന്റെ റിപ്പോർട്ട് കാണേണ്ടവർ കണ്ടു. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ആലപ്പുഴ MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ റിസോർട്ട് അധികൃതരുമായി നടന്ന ചർച്ച വിജയകരമായി പര്യവസാനിച്ചു. ഇപ്പോൾ ഫലത്തിൽ ഈ സ്ഥലം 3 മീറ്റർ വീതിക്ക് നമുക്ക് മുഴുവൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള വഴി സാധ്യമാക്കി. ഫാറം അവരെ ഏൽപ്പിച്ചു. വഴി നന്നായിട്ട് എർത്ത് വർക്ക് നടത്തി ജനകീയമായിട്ട് എർത്ത് വർക്ക് നടത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ അജണ്ട ബ്രേക്കിംഗ് ന്യൂസുകളല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്താ ദൗത്യമാണ്. ന്യൂസ് 18 കേരളം എന്നും ജനപക്ഷത്ത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.